വിശാലമായിട്ടുള്ള ദീനിയായ ചൗക്കട്ട്. അതിൽ ഒരു കിടാവ് എങ്ങനെ ബലഞ്ഞു പറഞ്ഞു, ഏത് രീതിയിൽ പ്രവർത്തിക്കണു, അതൊക്കെ ഒരു ചൗക്കട്ട് ഉണ്ടാക്കി തന്റെ കണിക്കത്തെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ SKSSF ചൊല്ലെ കണിക്കത്തെ ഈ സംഘടന ഇത് പ്രവർത്തിക്കുന്നത് എന്തെങ്കിലും ചെന്നെങ്കിൽ മുസ്ലിമായിട്ട് പിറന്നു വന്ന ഒരു കിടാവ്, ആ കിടാവുടെ ഇഹപര വിജയത്തിന് പേരുമായിട്ടുള്ള വിദ്യാഭ്യാസ, അതേപോലെ ആ കിടാവുടെ ഉൾഗവുള്ള കണിക്കത്തെ പ്രതിഭ സർഗ സുപ്തമായിട്ട് ഈ നിസർഗത്തില് കിട്ടിയിട്ടുള്ള കണിക്കത്തെ അത്ഭുതമായിട്ടുള്ള പ്രതിഭ അതിന് ധാർമ്മിക ചൗക്കട്ടിൽ എങ്ങനെ കൊണ്ടുപോവാ, അത് പാട്ടുപാടിട്ട, എഴുതിയിട്ട, പ്രസംഗിച്ചിട്ട, അങ്ങനെയുള്ള ഒരു ഉദ്ദേശം ഇതിന് പിറകത്തുണ്ട്. ഈ ജീവനെ ചൊല്ലതേ ഒരു വലിയ ഒരു സ്പർദ്ധയായിട്ട് ചൊല്ലത് മനസ്സിലാക്കണം. ഒരു കിടാവു പിറന്ന് മൂലം പൊത്തുകോ, ആ കിടാവുടെ കാതുക് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ചൊല്ലിട്ട് തക്ബീർ നങ്ങ ഓതി കൊടുക്കൂടാ, ബായിക്ക് മധുരം കൊടുക്കൂടാ, ബിസ്മി ചൊന്നിട്ട് തൊട്ടിലിട്ടിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പാട്ട് പാടാ. ആ കിടാവ് ഈ ഭൂമിക്ക് പറമ്പൊത്തുകോ ഒലത്തുക ഉമ്മുക്ക യബ്ന ആദമ ബാക്കിയ ബുൽപിട്ടോണ്ട് ഈ ഭൂമിക്ക് വന്ന കിടാവു നാളെ ചിരിച്ചോണ്ടു അള്ളാഹുടെ മുട്ട പോണു ചൊല്ലെ ഒരു ഉദ്ദേശം ഇതിന് പിറകത്തെ ഉണ്ടു ചൊല്ലെ കണിക്കത്തെ ഒരു ഉദ്ദേശമുണ്ട്. മാത്രവുമല്ല കിടാവ് ഒരു 7 നാളത്തെ ഹക്കീക്കത്തെ ഒരു കാര്യക്രമ വലിയ വലിയ നിരീക്ഷകൻ ആ കിടാവിലിക്കട്. കാരണം നിങ്ങൾ ദുആന്നതല്ലേ, റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുറത അയ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. ഞങ്ങളെ മക്ക എന്താവണു, ഒരു ഗുരിയുണ്ട് അവിടെ, ഒരു ഏമുണ്ട് അവിടെ. ഞങ്ങളെ മക്ക ഞങ്ങളെല്ലാം മുത്തഖീങ്ങൾക്ക് ഇമാമാവണുണ്ടാ, മുത്തഖീങ്ങൾക്ക് ഞങ്ങ ഇമാമാവണുണ്ടാ. ആ ഒരു വലിയ ഉദ്ദേശം ഞങ്ങളെ പിറകത്തെ ഉണ്ട്, ഞങ്ങളെ മക്കളിലും ഞങ്ങളെ അഹ്ലുക്കാരിലും. മാത്രമല്ല അതിൽ പിന്നെ അക്കീക്ക കഴിഞ്ഞാൽ പിന്നെ സുന്നത്ത് മങ്ങിയലാണ്ട് ഒരു പുതിയ അബുലാവണുകൊണ്ട് ജീവനത്തെ ബതുക്കൂടെ വലിയ ഒരു നിരീക്ഷ വെച്ചിട്ട് എന്തെല്ലാം ആവണുണ്ടെല്ലാം സ്വീകാരാക്കുന്ന ഒരു കാല. അതിൽ പിന്നെ ഒരു പുതിയ അപ്പുലാവണുകൊണ്ട് മങ്ങില ചൊന്നിട്ട് അവിടെ മണിയറവുണ്ട്, പുതുനാട്ടിയാവിടു. അങ്ങനെ ഓരോ ഹന്തങ്ങളിലും ഞങ്ങ മുന്നൽ പോകുമ്പോത്തുകോ ഞങ്ങ പുതിയാപ്പിലമാറാവിട, ചെറിയ മക്കളിൽ ചെറിയ പുതിയാപ്പിലാവിട, വലിയ പുതിയാപ്പിലാവിട. അതിൽ പിന്നെ ബേസായുണ്ട് വേണ്ട, ബേസായുണ്ട് വരുമ്പോഴോ അവസാനം ഒരു പുതിയാപ്പിലാവുകൊണ്ട് എന്ത് ചെയ്യുന്നെങ്കിൽ പ്രസവിച്ച ഉടനെ ബേത്രെ പറമ്പത്തു ഞങ്ങൾ തുനിയുന്നില്ല, ഞങ്ങളെ മേലുക ഞങ്ങൾ തുണി കൊണ്ട് പൊതിഞ്ഞറി. പിന്നെ ബേസായി തെല്ല് ബേസാകുമ്പോഴത്തേക്കോ ഞങ്ങൾ പാൻറ്റോ അല്ലെങ്കിൽ ഷർട്ടോ തുന്നാട്ടിയറി, അതിക്ക് ജേബ് വെച്ചറി. അങ്ങനെ ജേബിൽ പൈസ ഇടോ തുടങ്ങിയ പൈസ യാറായപ്പ കപ്പാട്ട് ഞങ്ങൾ കൊണ്ടുവന്ന ഔത്തുലു കപ്പാട്ടിൽ വെച്ച. അവസാനം ഒരു പുതിയാപ്പിലാവണ കൊണ്ട് അത് സമ്പാദ്യ മുതലിൽ നിന്ന് 3 കഫാന 3 കഫൻ തുണി മാത്രം ഞങ്ങൾ കൊണ്ടുപോകേണ്ട കണിക്കത്തെ ആ ഒരു സന്ദർഭം. ഇതെല്ലാം ഞങ്ങൾ ജീവനത്തിൽ ബണ്ട് കണിക്കുന്ന ഓരോ ഹന്തങ്ങ. ആ ടൈമിലോ ഈ കഫൻ ചൊല്ലത് ഞങ്ങൾ പ്രസവിച്ചത് മുതൽ മരണം വരെയും ഞങ്ങൾ തുണി പൊതിഞ്ഞത് ഞങ്ങളെ ബോഡിക്ക് മാത്രമായിട്ടിക്കട്. മരണസമയത്ത് ഞങ്ങൾ ബോഡിക്കും ഞങ്ങൾ കഫൻ ചൊന്നിട്ട് പേര് വെച്ചിട്ട് ഞങ്ങൾ തുണി പൊതിയിട. അയെങ്കില ഞങ്ങളെ റൂഹുകോ സ്വർഗത്തെ കൊണ്ടുവന്ന കണിക്കത്തെ ഒരു കഫൻ തുണിയുണ്ട്, അത് ഞങ്ങളെ ശരീരത്തിലുള്ള കണിക്കത്തെ യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജി ഇലാ റബ്ബിക റാദിയതൻ മർദിയ. അതായിട്ട് പടച്ചോണ്ട മുട്ട പോണ്ട കണിക്കത്തെ സന്ദർഭം ഞങ്ങളെ റൂഹുകോ സ്വർഗത്തെ കൊണ്ടുവന്ന് പട്ട് വസ്ത്രവുമായിട്ട് പൊതിഞ്ഞ കണിക്കത്തെ 2 കഫനായിട്ടിക്കട് ഞങ്ങൾ മനസ്സിലാക്കണായത്. ഞങ്ങൾക്ക് ഒരു കഫൻ മാത്രമല്ല, ഒരു കഫൻ ഞങ്ങളെ തടിക്ക് കഫന്, 2ാമത്തെ ഒരു കഫൻ ഞങ്ങളെ റൂഹുകുള്ള കഫൻ, അത് സ്വർഗത്തെ പണ്ടതായിട്ടിക്കട്. ആ സ്വർഗത്തെ കഫൻ തുണി ഞങ്ങളെ റൂഹുകു കിട്ടണമെങ്കിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമ ആലിമീങ്ങൾ പണ്ഡിതന്മാർ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിലെ ആ ഒരു നിർദ്ദേശം ഞങ്ങൾ അനുസരിച്ചിട്ട് ദീനിയായിട്ട് ധാർമ്മിക ചിന്തനയില് ഞങ്ങൾ വളരണം. അതുപോലെ ഞങ്ങൾ SKSF ഞങ്ങൾക്ക് കാട്ടിത്തണ്ടി കണിക്കത്തെ ആ മാർഗം അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ മാർഗമായിട്ടിക്കട്, ആലിമീങ്ങളെ മാർഗമായിട്ടിക്കട്, സാദാത്തിങ്ങളെ ഇമാമുമാരെ മാർഗമായിട്ടിക്കട്. ആ മാർഗത്തിൽ ഞങ്ങൾ ജീവിച്ചു പോയെങ്കിൽ ഇൻഷാ അല്ലാഹ് ഫിക്ർ ഉഖബാ കി കർ ആജ് ഐ തോ ബേഖബർ
നാളെ ചൊല്ലത് കൽ നക്കർ കൽക്കി കൽക്കാ ഭരോസാനായി നാലാണ്ട് വെക്കണ്ട നല്ല നല്ല കാര്യങ്ങൾ ആക്കിക്കൊണ്ട് മുന്നോട്ട് പോണു ಅದಕ್కొരു ಪ್ರೇರಣೆ ಈ SKS കലോത്സവ ഈ ഞങ്ങളെ മക്കൾക്കു ആവട്ടെ ചൊന്നിട്ട് മാത്രം ഈ സന്ദർഭത്തിൽ ഞാൻ ചൊന്നുണ്ടു ഞങ്ങളെ അവസാനം നല്ലാവണു ആഖിറത്തിൽ വിജയിക്കണു ഞങ്ങളെ ഉമ്മ അബ്ബകു ഞങ്ങളെ പഠിപ്പാട്ടിയങ്ങു ഞങ്ങളെ നിരക്കരട്ടു ഞങ്ങളെ സമുദായത്തൊട്ടുകു ഞങ്ങളെ സമാജത്തൊട്ടുകു നല്ല നല്ല ഗുണസ്വഭാവത്തില് വേണ്ടാത്തെ ഗലീജി സ്വഭാവങ്ങൾ ബറാണ്ട് അരാജകത്തെ ബറാണ്ട് അമല് പദാർത്ഥങ്ങൾ ഉപയോഗ ആക്കാണ്ട് വേണ്ടാത്ത അശ്ലീലത്തേക്ക് ഞങ്ങൾ ഭാഗ്യാവാണ്ട് സ്വച്ഛമായിട്ട് മുത്തക്കിങ്ങു ഇമാമാവിടെ പോലെ ഞങ്ങളെ മക്ക വളരണു ಅದಕ್ಕೆ അല്ലാഹു തൗഫീഖ് തരട്ടെ ഈ കാര്യക്രമത്തിന് ഇതൊക്കെല്ലാം സഹായിച്ചങ്ങു അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തില് അതിനെ പാരിതോഷിക സ്വീകരിക്കുകയോ അല്ലാഹു തൗഫീഖ് കൊടുക്കട്ടെ അതുപോലെ ഓരോരുത്തർക്കും അങ്ങനെ കൂട്ടുകുടുംബത്തോടു കൂടി അങ്ങനെ പെഞ്ഞായി മക്കളോട് കൂടി അങ്ങനെ മാതാപിതാക്കളോട് കൂടി സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂടുകയോ അല്ലാഹു തൗഫീഖ് തരട്ടെ എന്ന് ചൊന്നുണ്ടോ ഞാൻ എന്റെ പലകത്തെ ഇപ്പാട്ടെ വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും